ഹേ ഗൈസ്, ഈ ചൂട്ട് കത്തിച്ചു പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല. ഈ വർഷം തുടങ്ങിയതേ ഞാൻ ഒരു അഭിനയ ജീവിതത്തിലേക്കാണ് കടന്നത്. ജീവിതം എന്ന് പറയുന്നതേ ഒരു അഭിനയമാണല്ലോ. അതെ ഗൈസ്, ചിലപ്പോൾ ഒക്കെ ചില സിറ്റുവേഷൻ മറികടക്കാൻ, ചില ബന്ധങ്ങൾ നിലനിർത്താനൊക്കെ നമ്മൾ അഭിനയിക്കേണ്ടി വരാറുണ്ടല്ലോ. ഇത് പക്ഷേ ആ അഭിനയമല്ല, ഇത് നമ്മൾ തട്ടിക്കേറിയുള്ള അഭിനയമാണ്. യെസ്, ഇറ്റ്സ് എ സ്കിറ്റ്. മനസ്സിലേക്കാണല്ലോ, നിങ്ങളൊന്നും മണ്ടന്മാരല്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ പള്ളിയിൽ വാർഷികമായിരുന്നു. അപ്പോൾ നമ്മുടെ വാർഡിൻ്റെ വക നമ്മൾ അവതരിപ്പിച്ചത് സ്കിറ്റാണ്, ലഘു നാടകം. അപ്പോൾ അതിൽ നൈസായിട്ട് വന്ന് ഞാനും എൻ്റെ ചേട്ടായും പെട്ടു. ചേട്ടായിരുന്നു മെയിൻ ആക്ടർ, ഞാനായിരുന്നു സെക്കൻഡ് ആക്ടർ. കാരണം എനിക്ക് 2 സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഒറ്റ ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് പരിപാടി കയറുന്നത്. രാവിലെ പ്രാക്ടീസ് ചെയ്യുക, വൈകിട്ട് തട്ടിക്കയറുക. അങ്ങനെ പ്രൊഫഷണൽസ് ആയിരുന്നു ഞങ്ങൾ, പ്രൊഫഷണൽസ്. ഈ പള്ളിപ്പെരുന്നാൾ വാർഷികം എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നതേ ഡാൻസാണ്. എല്ലാ കൊല്ലവും ഞാൻ ഡാൻസിനെ കൂടിയിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് സ്കിറ്റിന്. അപ്പോൾ ഞാനിങ്ങനെ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കാനാണ് പഴയ മെമ്മറീസിലോട്ട് ഇങ്ങനെ പോകുമായിരുന്നു. രാവിലെ സ്കൂളിൽ പോവുക, വൈകുന്നേരം പ്രാക്ടീസിന്, രാവിലെ സ്കൂളിൽ പോവുക, വൈകിട്ട് പ്രാക്ടീസിന്. അതൊക്കെ ഒരു മെമ്മറി, അതൊക്കെ ഒരു കാലം. പിന്നെ എന്താ, പരിപാടിയുടെ ഒന്ന് ഉച്ച തൊട്ട് മേക്കപ്പ് ചെയ്തിരിക്കുക. ആ മേക്കപ്പിൻ്റെ മണമൊക്കെ ഇപ്പം ഇങ്ങനെ വരുന്നു. അതൊക്കെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഇനി എന്നാണോ ഡാൻസ് കളിക്കാൻ പറ്റാന്നറിയില്ല. പ്രത്യേക ശാരീരിക അസ്വാസ്ഥ്യം മൂലം അതൊന്നും ഉടനെ നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ തട്ടിൽ കയറി ഗൈസ്, നമ്മൾ തട്ടിൽ കയറി. ചേട്ടൻ്റെ കൂടെ നേരെ സ്റ്റേജിലോട്ട് കയറിയുണ്ട്. എനിക്ക് കുറച്ച് ടെൻഷൻ കുറവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ ഗൈസ്. ഹലോ മമ്മി, കേൾക്കുന്നില്ലേ? ഹലോ, മടുത്തു. നിനക്ക് എന്നെ ഇന്ന് വെറുതെ വിടാവോ? അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ഞാൻ നിന്നെ വിവാഹം ചെയ്യും. വിവാഹം 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 കേട്ട് ഞാൻ മടുത്തു. കുടുംബ ബന്ധങ്ങളുടെ ഉരാക്കുടുക്കിൽ പെടാതെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് വാക്ക് തന്നവനല്ലേ നീ. എന്നിട്ടിപ്പോ നിനക്ക് ആ പഴഞ്ചൻ കുടുംബം വേണം പോലും. അങ്ങനെ ആരുടെ അടിമയെ ജീവിക്കാനേ എന്നെ കിട്ടില്ല. പക്ഷേ കുറച്ച് ഭാഗങ്ങളെ ഇടുന്നുള്ളൂ, മൊത്തത്തിലിട്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഓക്കെ. അങ്ങനെ സ്റ്റേജിൽ തിരശ്ശീല വീണിട്ടും സ്വന്തം അഭിനയം വീണ്ടും കണ്ട് ഉൾപ്പുളകം കൊണ്ടുകൊണ്ട് നമ്മളുടെ ചേട്ടായി അങ്ങനെ തിരശ്ശീല വീണു ഗൈസ്. അപ്പോൾ ബൈ.